അപ്പോൾ നമ്മളിന്ന് ലെഗിൻ്റെ വർക്കൗട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ജിമ്മിൽ വർക്കൗട്ടിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത വർക്കൗട്ടുകളാട്ടതൊക്കെ ലെഗിൻ്റെ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് ലെഗ് എക്സ്റ്റൻഷൻ. അത് 2-12 2-10. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബാർബിൾ ഫ്രണ്ട് സ്ക്വാട്ടാണ്. അപ്പോൾ അത് ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ വെയിറ്റിൽ നമ്മൾ ലാസ്റ്റിലെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റിലെ വെയിറ്റിലെടുത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെഗിൻ്റെ. അപ്പോൾ അത് ഇതേപോലെ തന്നെ ആയിരുന്നു. ഒരു 12 2-10 ഒരു 8 അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഈഗോ ലിഫ്റ്റിൻ്റെ ഒരു ഫീലൊക്കെ തോന്നി. ഇതങ്ങനെ സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തൊരു സപ്പോർട്ടിന് ഒരാളൊക്കെ വിളിച്ച് നമ്മൾ ചെയ്യാണ് ഒരു ഈഗോ ലിഫ്റ്റിൽ. അപ്പോഴേക്കും അതൊരു 5-6 ആയപ്പോഴേക്കും നമ്മൾ ഫെയിലായി, പറ്റാതെയായി. അപ്പോൾ ഇതും നല്ലൊരു വർക്കൗട്ട് തന്നെയാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ബാർബിൾ ഫ്രണ്ട് സ്ക്വാട്ട് ഒന്ന് ട്രൈ ചെയ്തേക്കൊണ്ട് നല്ല ഫീൽ കിട്ടും ലെഗിന്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത നമ്മൾ വർക്കൗട്ട് വരുന്നത് ലെഗ് പ്രസ്സാണ്. ലെഗ് പ്രസ് മെഷീനിലാണ് പിന്നെ നമ്മൾ അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അതും നമ്മളെ മാക്സിമം വെയിറ്റ് ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക ലെഗ് പ്രസ് മെഷീനിൽ. അത് കുറേയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വെയിറ്റ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ലെഗിൻ്റെ ഇതിൽ. നമ്മൾ ലെഗിൻ്റെ വർക്കൗട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ് ലെഗിൻ്റെ വർക്കൗട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ലെഗ് എക്സ്റ്റൻഷനാണ്. ഇത് നമുക്ക് വല്ലാണ്ട് വെയിറ്റ് ഇട്ട് അടിക്കാൻ പറ്റില്ല. നമ്മൾ ആ സ്ക്വാട്ടും ലെഗ് പ്രസ്സൊക്കെ ചെയ്തപ്പോൾ തന്നെ മസിൽസൊക്കെ നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയ വെയിറ്റ് ഇട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല പെയിനായിട്ട്. അപ്പോൾ അത് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന ലേയിങ് ലെഗുകളിലാണ്. ലെഗിൻ്റെ ബാക്ക് ആംസ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അത് നമ്മളിതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് 2-12 2-10. നമ്മൾ ഹെവി വർക്കൗട്ടിൽ മാത്രം സ്ക്വാട്ടിന് മാത്രമേ ഉള്ളൂ 12 2-10 ഒരു 8 ചെയ്യണത്. ബാക്കിയെല്ലാം 2-12 2-10. പിന്നെ ചെയ്യണത് നമ്മൾ സ്റ്റാൻഡിങ് ആംസ്ട്രിങ്ങുകളാണ്. ഇതും ഇതേ ലെവലിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എഫക്റ്റ് നമ്മൾ കിട്ടുന്ന ഒരു വർക്കൗട്ട് തന്നെയാണിതും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കാഫ് റൈസിന് പോവുകയാണ്. സീറ്റഡ് കാഫ് റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ആഴ്ചയിലും നമ്മളെ വർക്കൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പോൾ ഈ കളിച്ച കളിയാവില്ല അടുത്ത ആഴ്ച ഉണ്ടാവുക. അപ്പോൾ ഓരോ വർക്കൗട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പോൾ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് സീറ്റഡ് കാഫ് റൈസാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ആക്സ് സ്ക്വാട്ട് മെഷീനിൽ ഒരു കാഫ് റൈസാണ് ചെയ്യണത്. അത് നല്ല പെയിനായിട്ടുണ്ട്. കാഫൊക്കെ അടിക്കുമ്പോൾ നല്ല എഫക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അടിപൊളി വർക്കൗട്ടാണിതും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്കൗട്ട്.